പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവ തിരുസന്നിധി സമ്പന്നനാകാൻ എന്നാ ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും, അതായത് ഇപ്പം നമ്മുടെ ജീവിത സമ്മർദ്ദങ്ങളെ രണ്ടായിട്ട് വേണേ തിരിക്കാൻ നമുക്ക്. അതായത് നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും. നമ്മുടെ ഇഷ്ടവും ഇപ്പോൾ മത്തായിയുടെ സുവിശേഷമൊക്കെ നമ്മൾ 6:9 പറയുമ്പോൾ അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിലെ അന്ന് വേണ്ട ആഹാരം എന്നുള്ള പ്രാർത്ഥനയില്ലേ, 6:9, 6:10, 6:11, അന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഈ അന്നു വേണ്ട ആഹാരം പോലും 2 ആഹാരമുണ്ട്. എന്താണ്? ഈശോ പറഞ്ഞ 4:32 ഒരു ആഹാരമുണ്ട്. ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയത്തില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. കർത്താവ് ആ സമരക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് വന്ന് പറഞ്ഞില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. അപ്പോഴീശോ എന്നാ പറയണത്? നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടാകും. പിന്നീട് ഈശോ റെക്ടിഫൈ ചെയ്യും. എന്താണ് അറിയാത്ത ഭക്ഷണം എന്ന് പറയണത്? എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദ ലോർഡ്. അപ്പം ദൈവേഷ്ടം എന്ന് പറയുന്നത് ആഹാരമാണ്, ശരിക്കും ആത്മാവിൻ്റെ ആഹാരമാണ്. അപ്പം അന്നു വേണ്ട ആഹാരമെന്ന് നമ്മൾ 6, 10, 11 മത്തായി ശ്ലീഹ പറയുമ്പോൾ ആ അന്നു വേണ്ട ആഹാരത്തിൽ നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് ഭൗതിക ആഹാരവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ആത്മീയ ആഹാരവുമാണ്. കർത്താവേ, അതുകൊണ്ട് ഈ ആത്മീയ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവേഷ്ടം നിറവേറ്റിയാൽ നമുക്ക് ആത്മാവിന് പറ്റുന്ന ആഹാരമാകും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ, ഇപ്പോൾ ഈശോ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ഇപ്പം നാം 51 വചനം തൊട്ട് അവസാനം വരുമ്പോൾ 59 വരുമ്പോഴേ, പിതാക്കന്മാരെ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കും നിത്യം ജീവിക്കും, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ, ഈ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ ജനം എന്താണ് 6:59 ഇപ്പോൾ ചോദിക്കണത്? ദൈവഹിതമനുസരിച്ച് അപ്പമാണത്, ശരിക്കും ആത്മാവിൻ്റെ അപ്പമാണത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തോരൊരു ജനതയാണ് ഈശോയുടെ കാലത്തുണ്ടാകുന്ന പ്രബുദ്ധമായ ഒരു സദസ്സാണ്. അവരുടെ റെസ്പോണ്ടിങ് കണ്ടില്ലേ? ദൈവവചനത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും അവരുടെ ജാഗ്രത കണ്ടില്ലേ? വാട്ട് വി ഷുഡ് ഡു ഫോർ അഡ്ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ ദൈവവചനത്തിന് ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ. എൻ്റെ മക്കളെ, ഇത് കറക്റ്റ് ആധ്യാത്മികതയാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനം ഇപ്പോൾ കുർബാന കഴിയുമ്പോഴായാലും ശരി, സുവിശേഷം കഴിയുമ്പോഴായാലും ശരി, ആരാധന കഴിയുമ്പോഴായാലും ശരി, പരിശുദ്ധാത്മ നിറഞ്ഞ് എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് ചോദിക്കാൻ കഴിഞ്ഞാൽ, കർത്താവെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അഥവാ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, യു വിൽ ബി എൻറിച്ച്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവതിരുസന്നിധി സമ്പന്നനാകും. അങ്ങനെയാണ് ദൈവതിരുസന്നിധി ഒരു ആത്മാവ് സമ്പന്നമായി കഴിഞ്ഞാൽ പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ സമ്പന്നനാകുവാൻ കർത്താവേ അന്ന് വേണ്ട ആഹാരമായി ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുന്ന അവസരങ്ങളെ അങ്ങേ മഹത്വപ്പെടുത്തുന്ന അവസരങ്ങളായി കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ജീവിതവ്രതമായി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അതുവഴി ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വം യേശുവിനെ,
ദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് കർത്താവ് അവസാനമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കണില്ലേ? ആരോട് ചോദിക്കണേ? പത്രോസിനോട് ചോദിക്കൂലേ? അതെല്ലാം പത്രോസ് കൃത്യവും വെടിപ്പായിട്ടുള്ള ആൻസർ പറയും. അവൻ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നനായി ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് അന്ത്യകാലം വരെ സംഭവിച്ച ഓരോ മുഹൂർത്തമുണ്ട്. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ അവനെ സമ്പന്നനാക്കിയ ദൈവേഷ്ടം നിർവഹിച്ച നിമിഷങ്ങളായത് കൊണ്ടാണ് അവൻ ബോൾഡായിട്ട് പറയും, ജീസസ് യു നോ ഓൾ തിങ്സ്. കർത്താവേ, നിനക്കെല്ലാം അറിയാമെന്ന് പറയും. നിനക്കെല്ലാം അറിയാമല്ലോ. അപ്പോഴീശോ അവനെ ആധ്യാത്മിക അധികാരങ്ങളെ കൊണ്ട് അവനെ നിറക്കും. അവൻ്റെ ആത്മാവിനെ അധികാരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും. കൃപ കൊണ്ട്. കൃപയാണ് ഒരു മനുഷ്യൻ്റെ അധികാരമെന്ന് പറയണത്. അതുകൊണ്ട് പറയും, നീ ഇനി നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കുമെന്ന് പറയും. ദാറ്റ് ഈസ് പവർ. നിൻ്റെ വചനത്തിന് ഇനി ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കും. ദാറ്റ് ഈസ് പവർ. നീ ഭൂമി കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. അതാണ് കൃപയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ വചനത്തിന് ദൈവനാമത്തിൽ പറയുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ കരുത്ത് കിട്ടും. അങ്ങനെയാണ് ദൈവത്തിരുസ് സമ്പന്നരാകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിൽ സമ്മർദ്ദം അനുസരിച്ച് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ ബി പോവാ, നമ്മൾ ദരിദ്രരായി മാറും. ദൈവദേശത്തിന് നാം സമ്പന്നരാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വചനത്തിനും ദൈവവചനത്തിൻ്റെ മാന്യത ദൈവം കൽപ്പിച്ച് നൽകണം. അതുകൊണ്ടാണ് മുടന്തൻ കൈ നീട്ടുമ്പോൾ 10 ദിവസം പറയത്തില്ലേ, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. 3:6 നടപടി പുസ്തകം. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്തിനാണ്? സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. അതെന്ത്? അവൻ ചാടി എഴുന്നേക്കും. അപ്പോഴെന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ ശക്തി ലഭിച്ചു. അതാണ് അവൻ ഭൂമിയിൽ കെട്ടിയത് ദൈവം സ്വർഗത്തിൽ കെട്ടി. അവൻ ഭൂമിയിൽ അഴിച്ചു. ആ മുടന്ത് അഴിച്ചു മാറ്റി. ദൈവവും അത് സ്വർഗത്തിൽ അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴും നമ്മൾ ദൈവ തിരുസി 12:21 അനുസരിച്ചുകൊണ്ട്, ലൂക്കാൻ്റെ സുവിശേഷം 12:21 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ സമ്പന്നരാകണത് എപ്പോഴാണ്? അതിൻ്റെ അടയാളം എന്താണ്? നമ്മുടെ വാക്കിന് ദൈവവചനത്തിൻ്റെ പവർ ദൈവം കൽപ്പിച്ച് നൽകും. എപ്പോഴാണ് അങ്ങനെ കൽപ്പിച്ച് നൽകണത്? ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ചോദിച്ചാൽ മതി, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോൾ ഒറ്റ പ്രാവശ്യം പറയുന്നതിന് പകരം ഈശോ 3 പ്രാവശ്യം ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പം അങ്ങനെ നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോയുടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ ഇൻസിഡൻറ്റും ഓരോ സംഭവങ്ങളും നടക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സുവിശേഷ വിഹിതമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ പവർ കൂടിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ നീയും ഭാര്യയും ഭർത്താവുമായിട്ട് മാനസികമായിട്ട് അകന്ന് കഴിയുക. ഒന്നെങ്കിൽ ഭാര്യയുടെ കയ്യിലാണ് മിസ്റ്റേക്ക്, അവളുടെ തന്നെ ഇഷ്ടമോ തോന്നിയവാസമോ, അത് നിന്നെ മാനിക്കാത്ത അവസ്ഥയാകാം. ചിലപ്പോൾ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. അയാൾ ചിലപ്പോൾ വൈഫിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയോ അല്ലെങ്കിൽ മെസ്സേജ് വിടുകയോ അങ്ങനെ ചെയ്തൊക്കെ നിനക്ക് വിഷമമായി. അപ്പം നിന്നോടത് സങ്കടത്തോടെ അത് അനുരഞ്ജനപ്പെടാൻ വേണ്ടി
നിങ്ങൾ തന്നെ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് പറ്റണില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഈശോ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റാതെ വരണത്. അങ്ങനെ ഈശോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റും. അപ്പം ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റുമ്പോൾ എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റണത്? നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഭർത്താവ് ഇങ്ങനെ കുറച്ച് ചുറ്റിക്കളി അവിടെ പോയി, അയാൾ മനഃപൂർവ്വമല്ല ചെന്ന് ചാടിയാണ്. ഈ കാലത്ത് എന്നൊക്കെ പറയണത് ചാടണമെങ്കിൽ അധികം സമയം വേണ്ടല്ലോ. ചെറിയൊരു മെസ്സേജ് ഹൈ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ ചില ആൾക്കാർ അവർക്കൊരു ടൈം പാസ് പോലെ ചെന്ന് ചാടിയാൽ പിന്നെ അവിടെ നിന്ന് ഊരിക്കൊണ്ടു പോരാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴൊക്കെ ചില കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴും നീ ചോദിക്കണം. അപ്പം നിനക്ക് ഭർത്താവിനോട് സംസാരിക്കാനോ കുടുംബമായിട്ട് പഴയ സ്നേഹത്തിൽ ജീവിക്കാനോ കുടുംബ പ്രാർത്ഥന ചെല്ലാനോ ഒന്നും പറ്റാത്ത രീതിയിൽ നിൻ്റെ ഹൃദയം കനച്ച് നീ മിണ്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ. പക്ഷേ അയാളല്ലേ തെറ്റ് കാണിച്ചത്, അയാളിങ്ങനെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ബലം പിടിച്ച് ബസ്സിൽ കയറി ഇരിക്കുകയാണ്. അപ്പോഴും കർത്താവിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ യെസ് മൈ ലോർഡ്, കർത്താവ് എന്ന് പറയുമ്പോഴേ അപ്പോൾ കർത്താവിൻ്റെ നാമത്തിനാണ്, ദൈവവചനത്തിനാണ് നീ വില കൊടുത്തിരിക്കുന്നത്. ദൈവവചനത്തിന് നീ വില കൊടുത്താൽ കാലാന്തരത്തിൽ നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ വിലയായി അത് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ചില അമ്മമാരൊക്കെ പറയത്തില്ലേ, അച്ഛാ കുഞ്ഞിനെ 102 പനിയായിരുന്നു, രാവിലെ ലോക്ക്ഡൗൺ ആയിരുന്ന കാരണം ആശുപത്രി തുറക്കത്തില്ല. അപ്പം ആശുപത്രി തുറക്കാത്തത് കാരണം ഞാൻ തന്നെ കർത്താവിനെ വിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അച്ഛാ എന്നാ അത്ഭുതം! വിശ്വാസപ്രമാണം തീർന്നപ്പോൾ ഇതിനെ കൊച്ചു വെട്ടി വേർത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക്സ്. എന്താ കാര്യം? അവളുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ പവർ കിട്ടിയിരിക്കുന്നു. യേശു ഉദ്ദേശിക്കുന്നത് അതാണ്. ഇങ്ങനെയാണ് ദൈവതിരുസന്നിധിയിൽ നമ്മൾ സമ്പന്നനാകണത്. എൻ്റെ പേര് ജോസ്മിൻ. ഞാൻ കടുമനിട്ട മർത്തോമ ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജനുവരി 14 ഞാൻ കഴിഞ്ഞ വർഷം മെയ്യിൽ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം പറയുന്നത് എൻ്റെ സഹോദരനെ പറ്റിയാണ്. ഇതാണ് എൻ്റെ സഹോദരൻ, ജോബിൻ എന്നാണ് പേര്. അച്ഛൻ സൗദിയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു എക്സാം, അതായത് അരാംകോ ലെവൽ 1 കാറ്റഗറിയിൽ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി വെച്ചത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് ഡേറ്റ് കിട്ടാൻ, അതായത് എക്സാം സ്കെഡ്യൂൾ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഈ ഒരു എക്സാം സ്കെഡ്യൂൾ ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ലെവൽ 2 എക്സാം ഓൾറെഡി പാസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് എപ്പോഴും എല്ലാവർക്കും കിട്ടിയാലും ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഡേറ്റ് 2024 ഡിസംബർ 31 ബ്രദറിന് ഡേറ്റ് കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉടമ്പടിയായിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഡിസംബർ ഒരു തുടക്കമായപ്പം ബ്രദർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ ഡിസംബർ 31 ഡേറ്റ് വെക്കണ്ട, എനിക്കത് കിട്ടത്തില്ല എന്തായാലും, നീ ഒരു 2025 ഫെബ്രുവരിയോട് നീ വെക്ക്, അപ്പം കിട്ടാൻ വെക്ക്, അല്ലാതെ എനിക്ക് ആവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വെച്ച ഉടമ്പടി വിഷയം മാറ്റത്തില്ല, ഡേറ്റും മാറ്റത്തില്ല, ഞാൻ വെച്ചത് ഡിസംബർ 31 ഇനി അത് അന്നേരത്തേക്കായില്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അത്ഭുതം എന്നോണം അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക്, ഞാനൊരു നേഴ്സാണ്, എറണാകുളത്ത് വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഡിസംബർ 30 എക്സാം സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, നീ 31 ഡേറ്റ് വെച്ചേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ അന്നാണെന്ന് പറഞ്ഞു. 30 അച്ഛൻ എക്സാം എഴുതി, ആ എക്സാം പാസ്സായി. ഇപ്പം ലെവൽ 1 റിഗ് എഞ്ചിനീയറായിട്ട് ജോൺസൺ അറാംകോയുടെ കാറ്റഗറിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യാണ് സൗദിയിൽ. രണ്ടാമത്തേതായിട്ട് സാക്ഷ്യം പറയുന്നതും എൻ്റെ സഹോദരൻ്റെ തന്നെ വിവാഹ വിഷയമായിരുന്നു. ആ വിവാഹത്തിൽ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നാൾക്ക് മുന്നേ നടക്കേണ്ടതായിരുന്നു, ആ തടസ്സങ്ങളൊക്കെ കാണാൻ നീങ്ങിപ്പോയിരുന്നു. അത് ഞാൻ ഉടമ്പടി വിഷയമായിട്ട് വെച്ചു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 14 അവരുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് നടന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ തന്നെ ഒരു ഒവേറിയൻ സിസ്റ്റിനെ പറ്റിയാണ്. റൈറ്റ് ഓവറിയിൽ എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റ് അത്യാവശ്യം ഗ്രോത്ത് ഉള്ള ഒരു സിസ്റ്റായിരുന്നു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്ന് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് അത് ടോർഷനായി, അതായത് അകത്ത് കിടന്ന് കറങ്ങിയാണ്. അപ്പം ഇത് സർജറി ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു.
അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരിടയ്ക്ക് എനിക്കിതുപോലെ വയറിന് ഒരു മാസം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത് ഭയങ്കരമായിട്ട് വേദനയൊക്കെ ആയിട്ട് ഇത് ചെക്ക് ചെയ്യണം, ഇത് ഗ്രോത്ത് കൂടിയതാണോ അതോ ടോർഷനാണോ എന്താണെന്ന് അറിയത്തില്ല, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വൈകുന്നേരം ഞാൻ പോയി ചെക്ക് ചെയ്തു. അതിൻ്റെ സൈസ് വളരെ നന്നായിട്ട് തന്നെ കുറഞ്ഞ ഒരു 6.5 ആയിരുന്നു എൻ്റെ ബിഗിനിങ്ങിൽ. അത് കഴിഞ്ഞ് അത് 5.4 ആയിട്ട് കുറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞൊരു കുറവൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്തപ്പം അത് 3.3 ആയിട്ട് കുറഞ്ഞ്, അതായത് വളരെ ചെറുതായിട്ട് തന്നെ കുറഞ്ഞ് അത് മാറുന്ന രീതിയിൽ തന്നെ ആയി. ഇപ്പം എനിക്ക് പെയിനും കാര്യമൊന്നും ഇല്ല. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഈ 2025 ഏപ്രിൽ 5 എൻ്റെ ഫാദറിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. ആ സമയത്ത് ഞാൻ വർക്കിങ്ങിലായിരുന്നു. എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസായിട്ട് ഞാൻ ലീവ് എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോയി കയറിയതിൻ്റെ പിറ്റേ ദിവസം ഡ്യൂട്ടിയുടെ ഇടയിൽ വെച്ചിട്ടാണ് എനിക്ക് കോള് വരുന്നതും ഫാദറിന് ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നതും. അപ്പോൾ എന്നോട് അമ്മയൊക്കെ പറഞ്ഞു, വരണ്ട, നീ അവിടെ നിൽക്കുക, എന്താണ് സിറ്റുവേഷൻ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു സിസ്റ്റർ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ചോദിച്ചു കഴിഞ്ഞപ്പം SH ആണ്, അതായത് സബ്ബരക്കിനോട് ഹെമറേജ് എന്ന് പറയുന്ന കണ്ടീഷനാണ് തലയ്ക്കകത്ത്. പപ്പയ്ക്ക് ബോധമൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊന്ന് ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ ജോലി നിർത്തിയതാണ്, പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഞാൻ ഡ്യൂട്ടിക്കൊന്ന് ഇറങ്ങി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പുഷ്പഗിരി, തിരുവല്ല പുഷ്പഗിരിയിലാണ് പപ്പായ അഡ്മിറ്റ് റെഫർ ചെയ്ത് തിരുവല്ലയിലാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചിട്ട് ഞാൻ പപ്പായെ കണ്ടു കഴിഞ്ഞപ്പം ബെയർലി റെക്കഗ്നൈസ് എന്ന് പറയുന്ന പോലെയൊക്കെ പപ്പായെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം അത് പപ്പായാണ്. പക്ഷേ രൂപമൊക്കെ വേറൊരാളുടെ പോലെ, തലയും മുഖവും കണ്ണും എല്ലാം പോയി. ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാനൊരു നേഴ്സാണ്, ഞാൻ പല രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പപ്പായ ആ ഒരു സാഹചര്യത്തിൽ കാണേണ്ട വന്നപ്പം എനിക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഇത് നോർമലായി കിടക്കാം. കാരണം ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ മൾട്ടിപ്പിൾ സൈറ്റിൽ സബ്ബരക്കിനോട് ഹെമറേജ് വന്നതും പിന്നെ അതുപോലെ ഒരു സിംഗിൾ സൈറ്റിൽ സബ്ഡ്യൂറൽ ഹെമറേജ്, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളായിരുന്നു പപ്പയ്ക്ക്. ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നോർമലാകുമെന്ന് ഞാൻ ഒത്തിരി വിചാരിച്ചു. കാരണം ഞാൻ തന്നെ ഒരുപാട് പേഷ്യൻസിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരൊന്നും പെട്ടെന്നോ അല്ലെങ്കിൽ ഒരു സർജറി കൂടാണ്ടോ അവർ പെട്ടെന്ന് റിക്കവറായി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം ഞാൻ ICUയിൽ അഡ്മിറ്റ് ആയ അന്ന് പപ്പയുടെ രൂപം കണ്ടാൽ നമുക്ക് പല്ലയിലൊക്കെ ചോരയായി, മോന്ത മുഴുവൻ ചോര, മുഖമൊന്നും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം റിപ്പീറ്റ് CT എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ അമ്മ ചെന്ന് കണ്ടപ്പം പപ്പ പഴയ പോലത്തെ മുഖവും, പപ്പ ചിരിച്ചുകൊണ്ട് മമ്മിയുടെ അടുത്ത് ചോദിച്ചു കൊച്ചെന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ അന്ന് ക്ഷീണം കൊണ്ട് ഞാൻ രാവിലെ ഉറങ്ങുമായിരുന്നു, ഞാൻ പോയില്ല. ക്ഷീണം കൊണ്ട് പപ്പ മമ്മിയോട് ചോദിച്ചു കൊച്ചെന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇപ്പോൾ പപ്പ വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, ചെറിയ ക്ഷീണമൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മുടിപൊഴിച്ചിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് മുടിപൊഴിച്ചിൽ നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടിപൊഴിച്ചിൽ നന്നായിട്ടുള്ള ഒരാളുടെ മുടിപൊഴിച്ചിൽ സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അത് ഞാനായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് കഴിഞ്ഞ് നല്ല കുറവുണ്ട്, നല്ല മുടിപൊഴിച്ചിലിൻ്റെ കുറവും കാര്യമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അയർലൻഡിൻ്റെ OET പാസ്സായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അയർലൻഡ് ഇൻ്റർവ്യൂസ് ഒന്നും ഇപ്പോൾ പൊതുവേ കിട്ടുന്നില്ല, വർഷങ്ങളായാലും ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒന്നും ഇല്ല. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സ്ക്രീനിങ് ഇൻ്റർവ്യൂ വെച്ചിരുന്നു എൻ്റെ ഏജൻസി ത്രൂവിൽ. അപ്പോൾ ആ സ്ക്രീനിങ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടെ മറ്റൊരു ആളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നിച്ചാണ് ഷെഡ്യൂൾ ചെയ്തത്. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂറും ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. ഇവർ സെലക്ട് ചെയ്താലാണ് നമുക്ക് മെയിൻ ഇൻ്റർവ്യൂലോട്ട് കിട്ടുക. അപ്പം ഞാൻ ആകെ പെങ്കൊച്ചൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും പാസ്സായിട്ടില്ല, ഇതൊരു വർഷത്തിന് ശേഷം വരുന്ന ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾ ഇനിയും പ്രിപ്പയർ ചെയ്യണം, നിങ്ങളായിട്ടില്ല ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, അതായത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അവിടെ ചെന്നു ഭയങ്കര മനപ്രയാസത്തോടെയാണ് അന്ന് ജോലി ചെയ്തതും. പിറ്റേ ദിവസം രാവിലെ ആയപ്പം അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ വണ്ടിയിൽ കയറി റൂമിലോട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെന്നിട്ട് 2 തിരിയും കത്തിച്ച് വെച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് കിടന്നു, ഇൻ്റർവ്യൂവിന് പാസ്സാക്കി തന്നതിന് നന്ദി പറഞ്ഞിട്ട് കിടന്നു, നിന്നെ ഇന്ന് അവർ വിളിക്കും എന്ന് പറഞ്ഞു. എപ്പോഴും തിരിച്ച് ഞാൻ എന്തിനും പറയും. അന്ന് ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സ്ക്രീനിങ് ഇൻ്റർവ്യൂ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് കിടന്നു.
കൃത്യം ഒരു 12:30 ആയപ്പം എൻ്റെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ക്രീനിങ് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഈ മാസം 25, അതായത് ജനുവരി 25 നിനക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, മാരിയോട്ടിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി 24, അതായത് ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഞാനിവിടെ വന്ന് പുറത്തുള്ള കാവൽ മാതാവിൻ്റെ രൂപത്തിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ഈ വലതുകരം പിടിച്ചിറങ്ങി വരണം. കാരണം എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള കഴിവില്ല. ഞാൻ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളത് 0 മെറിറ്റിലുള്ള ഒരാളുമാണ്. എനിക്ക് കൂടാതെ ഈ ഇടത്തെ ചെവിക്ക് ഒരിച്ചിരി കേൾവി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ആൾക്കാർ പറയുന്നത് ശരിയല്ല കേൾക്കുന്നത്, അതായത് തിരിച്ചൊക്കെയാണ് ഞാൻ കേൾക്കുക. ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ദൈവമേ, ഒരു ഐറിഷ് ലേഡിയും ഖുറേഷ്യ ലേഡിയും ഇൻ്റർവ്യൂ എടുക്കുന്നത്, ഇവർ പറയുന്നത് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ മറ്റു വല്ലതും തിരിച്ചുത്തരം പറയുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പേടിയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പകരം അമ്മ സംസാരിക്കണം, എനിക്ക് പകരം അമ്മ കേൾക്കണം. ഞാനത് പറഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. 25-ന് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ ഇത്രയും കാലം സംസാരിച്ചതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് തന്നെ ഞാൻ അന്ന് ഇംഗ്ലീഷ് സംസാരിച്ചു. എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഞാൻ നന്നായി സംസാരിച്ചു എന്ന്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നിന്നോട് താങ്ക് യു പറയട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ട് ഞങ്ങളുടെ ഒരു പ്ലഷറായിട്ട് കരുതുന്നു, നിന്നെപ്പറ്റി ഏറ്റവും നല്ല ഫീഡ്ബാക്ക് പറയുമെന്ന് പറഞ്ഞു. കാരണം 13 പേര് രാവിലെ കയറി ഇൻ്റർവ്യൂ ചെയ്തതിനകത്ത് ഒരാളാണ് ആകെ സെലക്ട് ആയിരുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ സെറ്റിൽ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു, ആരെയും സെലക്ട് ചെയ്യുന്നില്ല, നിങ്ങൾ നേഴ്സുമാർ കോമൺ സെൻസ് ഇല്ലാത്ത ഉത്തരം പറഞ്ഞ് ആ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ തന്നെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുകയാണ്, സോ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് ഒക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ ഫയലിൽ വെച്ചിട്ടാണ് പോയത്. ഓൾറെഡി എടുത്തിട്ടാണ് പോയത്, ഫയലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പോയി ഉടമ്പടി ഉപ്പും തൈലവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഉപയോഗിച്ചിട്ട് ഫയലിലും തേച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ അടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ ഹാപ്പി ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകും. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെപ്പറ്റി നല്ല ഫീഡ്ബാക്ക് പറയും. അങ്ങനെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായത്. അതിൻ്റെ ഫർദറായിട്ടുള്ള പ്രോസസ്സിംഗ് ഒന്നും നടന്നിട്ടില്ല, നടക്കുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ പലരും സാക്ഷിയൊക്കെ പറയാറുണ്ട്, അമ്മ മാതാവിനെ സ്വപ്നം കണ്ടു, രൂപങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്നേ വരെ ഞാൻ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എന്താ എന്നെ വന്ന് കാണാനുള്ള ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ, അത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ സാക്ഷ്യം പറയുന്നത് കേട്ടു. ആ ചേട്ടന് മാതാവിൻ്റെ രൂപത്തിൽ, ഈ അകത്തുള്ള അമ്മ മാതാവിൻ്റെ രൂപത്തിൽ തൊടാൻ പറ്റാഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പം മെഴുകുതിരിയിലൊരു രൂപം തെളിഞ്ഞത് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പം ഞാനത് പ്രാർത്ഥിച്ചു, എനിക്കും അങ്ങനെ രൂപങ്ങളൊക്കെ തരാം കേട്ടോ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, നീ മെഴുകുതിരിയിലോട്ട് നോക്ക്, നിനക്ക് അമ്മയുടെ രൂപം കാണാൻ പറ്റും, എന്നിട്ട് അത് കയ്യിലെടുത്തോ എന്നിങ്ങനെ മനസ്സ് പറയണം. അപ്പം ഞാൻ കണ്ണ് തുറന്ന് എൻ്റെ മെഴുകുതിരി ചരിച്ചിട്ട് അവത്തേലിരുന്ന് ഒരു രൂപം പോലൊക്കെ തോന്നിയിട്ട് ഞാൻ കയ്യിലെടുത്തു. ആ രൂപം ഞാൻ കാണിക്കാം. എത്ര കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല, വളരെ ചെറുതാ. ഇതാ രൂപം. എത്ര തെളിയുന്നു എത്ര കാണുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നമ്മുടെ അൾത്താരയിലിരിക്കുന്ന അമ്മ മാതാവിൻ്റെ അതേ രൂപം തന്നെയാണ്. അതുപോലെ തന്നെ തിരിയിൽ എനിക്ക് രൂപം ഈ മറ്റേ പല പല രൂപങ്ങളായിട്ട് തെളിയുന്ന ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ രൂപങ്ങളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ ഇതായിട്ടും റോസപ്പൂവിൻ്റെ ഇതായിട്ടൊക്കെ കിട്ടും. അമ്മ ഇത് എന്നെ ഇടയ്ക്ക് വിളിച്ച് കാണിക്കാറുമുണ്ട്. അപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനും ഇങ്ങനെ ചോദിക്കായിരുന്നു, എന്നെ എന്തെങ്കിലും ഒന്ന് കാണിക്കണം എന്ന് പറയായിരുന്നു. ഞാൻ അന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്ക് മെഴുകുതിരിയിൽ വന്ന രൂപം ഒരു തിരിയിൽ തന്നെ ലവിൻ്റെ രൂപമാണ്. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതിനകത്ത് ഒരു തിരുഹൃദയം ഇരിക്കുന്നത് പോലെക്ക് ഞാനവിടെ സിസ്റ്ററിനെയും കാണിച്ചിരുന്നു. അതെൻ്റെ ഫോണിലുണ്ട്. അത് ശരിക്കും സൂം ചെയ്ത് നോക്കിയാലേ തിരുഹൃദയം കാണത്തുള്ളൂ. പക്ഷെ ലവിൻ്റെ ഷേപ്പ് ശരിക്കും കാണാൻ പറ്റും. പിന്നെ പല രീതിയിലുള്ള അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിന്ന് ഇവിടെ വന്ന് നിൽക്കാനും നന്ദി പറയാനും സാധിച്ചതിന് എൻ്റെ അമ്മ മാതാവിനോട് ഈശോപ്പച്ചനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രപ്രവർത്തനം ചെയ്യാറുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തെല്ലാം ഞാൻ കൊണ്ട് പത്രം കൊടുക്കാറുണ്ട്, ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. അവരുടെ വേദന പങ്കുകൊള്ളാൻ പറ്റുന്നവരുടെ അടുത്തൊക്കെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുടെ അടുത്തൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പറ്റുന്നത്. പിന്നെ ഉള്ളത്, എനിക്ക് ഞാനിപ്പോൾ ജോലിയില്ലാതെ നിൽക്കുകയാണ്. പറ്റുന്ന സഹായങ്ങൾ ഈ അനാഥാലയത്തിലൊക്കെ ആഹാരം കൊടുക്കുന്നതിനകത്ത്, വീട്ടിൽ നിന്ന് ആഹാരം കൊടുക്കുന്നതിനകത്ത് ഒരു എമൗണ്ട്, എൻ്റെ ഒരു പാർട്ടൂടെ ഞാൻ ഇടും. പിന്നെ പൊതിയൊക്കെ കെട്ടി വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് അതിനകത്തും പങ്കാളിയാകും. പിന്നെ എൻ്റെ ഇതായിട്ട് എനിക്ക് കൊടുക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യം ഇല്ല.
എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ, എന്നെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേരും മിനി. ഞാൻ കോട്ടയം കുറവിലങ്ങാട് ഇടവകാംഗമാണ്. 2025 ഏപ്രിൽ 5-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് എന്നോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ ഒരു വിഷമാവസ്ഥയിൽ എന്നോട് പറഞ്ഞത്. അത് ഈ മോടെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. ഇവർ കുടുംബസമേതം നെതർലൻഡിൽ താമസിക്കുന്നു. മോടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ആ സമയത്ത് പ്ലേ സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കുഞ്ഞിന് അസുഖമായി. അതൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് തന്നെ പേരൻസിനും അസുഖം ബാധിച്ചു. ആ സമയത്ത് അവർ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ മോടെ അസുഖം കുറയാതെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഒത്തിരി ശക്തമായിട്ടില്ലായിരുന്നു ആ സമയത്തെങ്കിലും മാർച്ച് ലാസ്റ്റ് വീക്കോടുകൂടി പനി വല്ലാതെ കൂടി. തീർത്തും ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർ 4 പ്രാവശ്യം തന്നെ ആ സമയത്ത് ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു. ലാസ്റ്റ് മാർച്ച് 31 അവർ വീണ്ടും രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ മോൾക്ക് നല്ല രീതിയിൽ വോമിറ്റിംഗ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ വളരെ 2 ദിവസമായി ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞ് മോള് തിരിച്ചു പോയി. വീട്ടിൽ ചെന്നത് കണ്ടീഷൻ തീർത്തും മോശമായി. അങ്ങനെ വീണ്ടും അന്ന് വൈകിട്ട് തന്നെ തിരിച്ച് എമർജൻസിയിലാണ് അവർ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. ആ സമയത്ത് മോൾക്ക് ബോധം മറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ലാതെയാണ് എമർജൻസി ചെല്ലുന്നത്. അവിടെ ചെന്ന് കുറച്ച് സമയത്തിനകം തന്നെ മോൾ അബോധാവസ്ഥയിലേക്ക് പോയി. അവിടെ കണ്ണ് തുറക്കുന്നില്ല, ബോഡി ഫങ്ഷനിങ് വീക്കായി. പെട്ടെന്ന് തന്നെ അവർ ICUയിലേക്ക് മാറ്റി. അവിടെ നിന്ന് വെൻറ്റിലേറ്ററിലേക്കാക്കി. അതായത് നേരം വെളുത്തപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് പനിയുണ്ടായിരുന്നയാൾ വെൻറ്റിലേറ്ററിലാണെന്നാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ആ ഒരവസ്ഥയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജപമാല മുറുക്ക പിടിച്ചു. ആ സമയത്ത് തന്നെ മോടെ ഹസ്ബൻഡും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആൾ ഓൾറെഡി മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു പനിക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ കേട്ടത് വെൻറ്റിലേറ്ററിൽ നിന്ന് 2 ദിവസത്തിനകം മാറ്റുമായിരിക്കുമെന്നാണ്. പക്ഷെ 4 ദിവസമായിട്ടും മോള് കണ്ണ് തുറക്കുന്നില്ല, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ 5-ാമത്തെ ദിവസമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് ന്യൂമോണിയ കൂടിപ്പോയി, ആൾ സെപ്റ്റിക് ഷോക്കിലാണ്, കണ്ണ് തുറക്കുന്നില്ല, അവർക്ക് അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് വൈകുന്നേരം തിരി കത്തിച്ച് സന്ധ്യാപ്രാർത്ഥന ചൊല്ലി തൈലം മോളെ വിചാരിച്ച് തന്നെ മാതാവിനെ നോക്കി പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് കൃപാസനത്തിലെ പത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സാക്ഷി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണം, ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന്. ഞാനിത് പറഞ്ഞതും പെട്ടെന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. എന്നോട് മോടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി അവൾ കണ്ണ് തുറന്നു, അവൾക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ സംസാരിച്ചു, അവൾ റെസ്പോണ്ട് ചെയ്തു. അന്നാണ്, ആ സമയമാണ് അവൾ കണ്ണ് തുറന്നെന്ന് ഞാൻ അറിയുന്നത്. അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു, മാതാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ. അതിനുശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ലങ്സ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് ട്യൂബ് ഇടേണ്ടി വന്നു. അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു, സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറം. അപ്പോൾ മോൾ എന്നോട് പിറ്റേ ദിവസം 13-ാം തീയതിയാണ് വിളിച്ച് പറയുന്നത്, അമ്മ വീണ്ടും കൃപാസനത്തിൽ പോകണം, ഇനിയും ഇങ്ങനെ ഒരു വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ ലങ്സ് അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പം ക്ലിയർ ആകണമെന്ന്. ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. അന്ന് വൈകിട്ട്
ഞാൻ ചെല്ലുമ്പം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ചെക്കപ്പ് കഴിഞ്ഞു, ഡോക്ടേഴ്സ് വന്നിരുന്നു, എൻ്റെ ലങ്സ് ക്ലിയറാണ്, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു, ഇനി ട്യൂബുകളൊക്കെ മാറ്റി തുടങ്ങും, എന്നെ വാർഡിലേക്ക് മാറ്റുമെന്ന്. ഇത് കുറഞ്ഞത് 6 മാസമെങ്കിലും, ആദ്യം കേട്ടത് 1 വർഷം റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നാണ്, കുറഞ്ഞത് 6 മാസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞു. എൻ്റെ മോൾ വളരെ വേഗം തന്നെ സൗഖ്യപ്പെട്ടു. ഏതാണ്ട് 2 മാസത്തിനകം നാട്ടിൽ വരാൻ സാധിച്ചു. പിന്നെ ഈ മാസം വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. ഇന്ന് അവൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. മാതാവ് അവളെ രോഗവിമുക്തി നേടിക്കൊടുത്തു. ഇനി 2ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സമയം തന്നെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പേരൻസ് ഇല്ലാതെ ചെറിയ കുട്ടിയെ ആ നാട്ടിൽ നിന്നും ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമയത്തും നാട്ടിലും വിദേശത്തുമായിട്ട് ഒത്തിരി പേര് ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ കഴിവിനൊരു പരിമിതി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു നിസ്സഹായ അവസ്ഥയിൽ അവിടുത്തെ ഹോസ്പിറ്റലുകാർ തന്നെ എംബസിയിൽ ഇടപെട്ടു. അങ്ങനെ മോളുടെ കുഞ്ഞിനെ സേഫായിട്ട് 2 ആഴ്ചക്കകം തന്നെ നാട്ടിലെത്തിച്ചു. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. അങ്ങനെ 6 നിയോഗങ്ങൾ വെക്കാമെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്, ഉടമ്പടി എടുക്കുമ്പോൾ. അങ്ങനെ ആദ്യത്തെ 2 കാര്യവും ഞാൻ മോൾക്ക് വേണ്ടിയാണ് വെച്ചത്. അത് പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നടത്തി തന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിക്കൊടുത്തിരുന്നു. അതെനിക്ക് കൊടുക്കുന്നതിന് മടിയൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഞാൻ കൂടാറുണ്ട്, ആരാധന ധ്യാനങ്ങൾ അതൊക്കെ കൂടാറുണ്ട്. പിന്നെ ഞാൻ അത് ഷെയർ ചെയ്യും, എല്ലാ ദിവസവും തന്നെ സ്റ്റാറ്റസ് ഇടും. അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ വളരാൻ, ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു വരം അല്ലെ ഒരു കൃപ മാതാവ് തന്നു. അതോടൊപ്പം കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് ഞാൻ നേരത്തെയും കൊടുക്കാറുണ്ട്, പക്ഷേ അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ അന്നും ഇന്നും കരുതുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ചെറിയ രീതിയിലുള്ള മറ്റു കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനുള്ളത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒത്തിരിയധികം നന്ദി പറയുന്നു. എന്നെ ആക്ച്വലി വെൻറ്റിലേറ്ററിൽ നിന്ന് ഐസിയുയിലേക്ക് മാറ്റിയപ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ അസുഖം എന്താണെന്ന് എനിക്ക് അതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണത് എൻ്റെ റിക്കവറി നല്ല സ്പീഡിലായിരുന്നു എന്നും ഡോക്ടറിൻ്റെ ജീവിതത്തിൽ മിറക്കിളാണെന്നും. അപ്പം എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും മാത്രമാണ് എനിക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ പറ്റിയത്. എല്ലാവർക്കും ഒത്തിരി നന്ദി.